നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. തൃശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ജൂനിയർ ഓഫീസർ ഓപ്പറേഷൻസ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഒക്ടോബർ 22 വരെ അപേക്ഷിക്കാൻ കഴിയും. ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ് വേണ്ടി യോഗ്യത. ഇതേക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തൃശ്ശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നുള്ള. ഇതിന്റെ നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽസും എല്ലാം അവരുടെ വെബ്സൈറ്റ് ആയ www.southindianbank.com എന്ന സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള. മറ്റ് മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപേക്ഷിക്കുന്ന നിർബന്ധമായും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട തീയതികൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് 2025 ഒക്ടോബർ 15 മുതൽ ഒക്ടോബർ 22 വരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 22 ആണെന്ന് ഒരിക്കൽ കൂടി ഓർക്കുക. ഇതേക്കുള്ള ടെസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നവംബർ 1 മുതൽ നവംബർ 2 വരെയാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എലിജിബിലിറ്റി പറഞ്ഞിരിക്കുന്നത് മാക്സിമം 28 വയസ്സാണ്. SC/ST കാരൻ 5 വർഷവും വരെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. OBC നോൺ ക്രിമിനൽക്ക് 3 വർഷവും ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഉയർന്ന പ്രായപരിധിയിൽ 30 സെപ്റ്റംബർ 30, 2025 അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മിനിമം വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ബിരുദം 50% മാർക്കോടെ പാസ്സായവരായിരിക്കണം. അതുപോലെ 10ാം ക്ലാസ്, അത് കഴിഞ്ഞ് 12ാം ക്ലാസ്, പിന്നെ ഡിഗ്രി 3 വർഷം ആയിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മിനിമം 1 വർഷം ഒരു ബാങ്കിലോ ഏതെങ്കിലും ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പോസ്റ്റിന്റെ പേര് ജൂനിയർ ഓപ്പറേഷൻസ് എന്നുള്ള കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും. ആദ്യം 3 വർഷത്തേക്കായിരിക്കും കോൺട്രാക്ട് നിയമനം ലഭിക്കുക. അത് പെർഫോമൻസ് അനുസരിച്ചായിരിക്കും പുതുക്കുക എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 3 വർഷത്തിന് ശേഷം ബാങ്കിൽ നിയമനം നമ്മുടെ നല്ല പെർഫോം ചെയ്യുന്നവർക്ക് ബാങ്കിൽ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ സ്കെയിൽ 1 നിയമനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. മറ്റേ ബോണ്ടൊന്നും നമ്മൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ബാങ്ക് റിക്വയർമെന്റ് അനുസരിച്ച് നിയമനം ലഭിക്കാം എന്ന കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ വേക്കൻസി ഉള്ളത് ആന്ധ്രാപ്രദേശ്, ഗോവ, ഗുജറാത്ത്, കർണാടക, കേരള, മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ്. അപ്പൊ എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ശമ്പളം പറഞ്ഞുള്ള പ്രതി വർഷമാണ് ശമ്പളം പറയുന്നത്. 4.86 ലക്ഷം മുതൽ 5.04 ലക്ഷം വരെയാണ്. അതായത് പ്രതിമാസം 40,000 രൂപയെ കൂടുതൽ ശമ്പളം ലഭിക്കും എന്നാണ് സ്റ്റാർട്ടിംഗ് ശമ്പളം തന്നെ ലഭിക്കുക എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം മറ്റ് അലവൻസുകളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഇൻഷുറൻസ് കവറേജ് ഉൾപ്പെടെ ഉള്ള അലവൻസുകൾ ഉണ്ട് എന്ന കാര്യം പറഞ്ഞിരിക്കുക. സെലക്ഷൻ കാര്യം പറയുകയാണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകും, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകും, പേഴ്സണൽ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ടെസ്റ്റ് നടത്തുക. ഓൺലൈൻ ടെസ്റ്റ് വഴിയാണ് ആദ്യത്തെ റൗണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ടെസ്റ്റ് എഴുതാനായിട്ട് കഴിയും. വെബ് ക്യാമും മൈക്രോഫോണും വെച്ച് തന്നെ നിങ്ങൾക്ക് അത് ഡയറക്റ്റായിട്ട് ചെയ്യാനായിട്ട് കഴിയും. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 500 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST കാരുള്ളവർക്ക് 200 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് നമുക്ക് നോക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വെബ്സൈറ്റ് ആയ www.southindianbank.com എന്ന സൈറ്റിൽ വഴി നിങ്ങൾക്ക് ഒക്ടോബർ 15 മുതൽ ഒക്ടോബർ 22 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം, മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻസ് നിങ്ങൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ആവും എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വെള്ള പേപ്പർ നിങ്ങൾ സൈൻ ചെയ്തതിനു ശേഷം സ്മോൾ ലെറ്റർ ആയിരിക്കണം, അതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ റെസ്യൂം നിങ്ങൾ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യണം. 1 MB വരെ മാക്സിമം സൈസിൽ നമുക്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താം. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും അതേപോലെ ഡിഗ്രിയുടെയൊക്കെ മാർക്ക് ലിസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ജനറേറ്റർ യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതനുസരിച്ച് ഓപ്പൺ ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സബ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്കുള്ള അപ്ഡേഷൻസ് ഒക്കെ www.southindianbank.com സൈറ്റ് വരുന്നതാണ്. അപ്പം അപ്ലൈ ചെയ്യുന്നതിനിടയ്ക്കൊക്കെ ഈ സൈറ്റ് സന്ദർശിക്കുക. എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക. ഇതുമായിട്ട് സംശയങ്ങളൊക്കെ ഉണ്ട്. ടോൾ ഫ്രീ നമ്പർ 1800 425 1809 1800 102 അല്ലെങ്കിൽ 048427713383 നമ്പറിൽ വിളിക്കാം. ഇമെയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കാൻ സമയമുണ്ട്. careers@sib.co.in എന്ന ഇമെയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ താല്പര്യമുള്ള അവസരം പരമാവധി ബലപ്പെടുത്തുക. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടിൽ നിന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. ഒരിക്കൽ കൂടി പറയുന്നു, www.southindianbank.com എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഒക്ടോബർ 22 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. താങ്ക് യു.